എന്താണ് ബാബാജി ഈ ഒരു അവനവന്റെ ജാതി അതല്ലെങ്കിൽ അവന്റെ ആ ഒരു ജാതി പേര് എന്നുള്ളത് അഭിമാനം തന്നെയല്ലേ? ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് നമ്പൂതിരിശി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ശങ്കരൻ നായര്, അല്ലെങ്കിൽ ആ തീയെന്നൊക്കെ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഇപ്പൊ വ്യത്യസ്ത ഈ ജാതി പേര് വിളിച്ച് പല ആളുകളെയും വിളിക്കാൻ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു പാണനെയോ പറയനെയോ അതല്ലെങ്കിൽ ഒരു ചെറുമനെയോ അത്തരത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരുടെ ജാതി അതാണ് എന്നിരിക്കെ അത് വിളിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസായി മാറുന്നു, ജാതിയില്ല വകുപ്പ് പ്രകാരം കേസായി മാറുന്നു, അത് പലരും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അവനവന്റെ ജാതിയിൽ അഭിമാനം കണ്ടെത്താത്തത്? എന്തുകൊണ്ടാണ് ബാബാജി ഇവർ? വൈജി പ്രണാമം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മള് എന്തായാലും ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം ആഘോഷിക്കുന്ന പുണ്യസുദിനാണ്. അപ്പൊ നമ്മളൊക്കെ അയ്യങ്കാളി യജമാനൻ എന്നാണ് പറയുക. അപ്പോ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട് വഴി നടക്കാൻ അന്നത്തെ രാജഭരണം അനുവാദം കൊടുത്തിട്ട് പോലും, അനുവാദം ഉണ്ട്, അനുവാദം ഇല്ല എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, എന്നാൽ പോലും അനുവാദം കൊടുത്തിട്ട് പോലും ചില പ്രമാണിമാർ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ ആ ഒരു അവകാശത്തെ തടഞ്ഞ സമയത്ത് ഒരു പ്രഭാതത്തിൽ ഒരു കാളവണ്ടിയുടെ ചക്രം തിരിയുന്ന ശബ്ദവും കേട്ടുകൊണ്ടാണ് ആളുകൾ ഉണരുന്നത്. അങ്ങനെയുള്ള ആ കാളവണ്ടി ഓടിച്ച് സാധാരണക്കാർക്ക് അന്നത്തെ ഭരണവ്യവസ്ഥ ഉറപ്പ് നൽകിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ധീരസമരം നടത്തിയ അയ്യങ്കാളി യജമാനന്റെ ആ ജന്മദിന ദിവസം തന്നെ ആ ഒരു സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മറ്റാരും ചർച്ച ചെയ്യാതെ വൈജുജിയുമായി ബന്ധപ്പെട്ട നമ്മളുടെ ചാനലുകളിലൂടെ, വിവിധങ്ങളായ ചാനലുണ്ട്, അപ്പൊ അതിലൂടെയൊക്കെ ആ ഒരു വിഷയം, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ചർച്ചയ്ക്കെടുത്ത് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ കർഷക സമരം നടത്തിയതൊക്കെ അയ്യങ്കാളി യജമാനാണ്. ഒക്ടോബർ വിപ്ലവത്തിനൊക്കെ മുമ്പ്, എത്രയോ കാലം മുമ്പുള്ളതാണ്. അപ്പൊ അതില് അങ്ങ് ചോദിച്ചൊരു ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുടെ സാമുദായികമായ നാമം, ഈ ജാതി എന്ന പ്രയോഗം അതൊരു ഇംഗ്ലീഷ് കാസ്റ്റ് എന്നൊക്കെ അങ്ങനെയൊക്കെ വരുന്നതാണ്. ഈ ജാതി എന്ന പ്രയോഗം തന്നെ ശരിക്കും തെറ്റാണെന്ന അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത്. ജാതിയിൽ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നാരായണ ഗുരു പറഞ്ഞ എന്താ പറയാ, ജാതിയിൽ ഇരുജാതി ആണും പെണ്ണും, അല്ലെങ്കിൽ മനുഷ്യരാണ്, മൃഗങ്ങളാണെങ്കിൽ ആണും പെണ്ണും എന്ന് പറഞ്ഞ പോലെ ജാതിയിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. പിന്നെയുള്ളത് സമുദായമാണ്. സമമായി ഉദയം ചെയ്ത ധർമ്മ വ്യവസ്ഥകളാണ് സമുദായം. അങ്ങനെയുള്ള വ്യത്യസ്ത സമുദായങ്ങളെ കൊണ്ട് ചേർന്ന ഒരു സംവിധാനം, ഒരു സമൂഹത്തെയാണ് നമ്മൾ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെയാണ് മുസ്ലിങ്ങളായാലും സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദിയരൊക്കെ ആയിട്ട് വിഭാഗമുണ്ട്. പിന്നെ യാക്കോബൻ കത്തോലിക്കൊക്കെ ആയിട്ട് ഒരുപാട് വിഭാഗങ്ങൾ, അവാന്തര വിഭാഗങ്ങളോട് കൂടിയിട്ട് ക്രൈസ്തവരുണ്ട്, ബൗദ്ധരും ജൈനരും സിഖുകാരും ഒക്കെ വിവിധങ്ങളായിരിക്കുന്ന സമുദായങ്ങൾ അതിലൊക്കെ ഉണ്ട്. അപ്പൊ സമുദായത്തിന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ജാതി എന്ന എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാം. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ജാതി. അപ്പൊ അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ ജാതി നാമങ്ങൾ വിളിച്ചാൽ അത് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അതൊരു ശരിയായ പ്രവർത്തനമാണോ, ഒരു രീതിയാണോ? അപ്പൊ ഇന്ന് പോലും, അല്ലെങ്കിൽ ഇന്ന് ഒന്നിലേക്ക് ആയിട്ട് നടന്ന സംഭവം ഉദാഹരിക്കേണ്ടായി. നമ്മൾ വാർത്തയൊന്നും കണ്ടില്ല, എന്നാലും ശരി ഉദാഹരിക്കണം. നിരന്തരം ഉണ്ടാകുന്ന സംഭവമാണ്, അതുകൊണ്ട് വാർത്ത കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ ഒരു നായരെ നായർ എന്ന് പറയുന്നുണ്ട്, പിള്ളയെ പിള്ള, മേനോൻ മേൻ, ഈഴവനാണെങ്കിൽ ചോൻ. ഇപ്പൊ നമ്മളൊക്കെ ജനിച്ച നാട് മലപ്പുറത്താണ്. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാൽ ചേപ്പൻ, ചേമ എന്നൊക്കെ വിളിക്കുക. ചേമ എന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയെയും, ഈഴവ തീയ വിഭാഗത്തിലെ സ്ത്രീകളെയും, ചേപ്പൻ ചോപ്പൻ എന്നൊക്കെ പറഞ്ഞ തീയ വിഭാഗത്തിലെ പുരുഷന്മാരെയും ഒക്കെ വിളിക്കുക. ചോൻ എന്ന് പലപ്പോഴും ഇപ്പൊ പുരുഷോത്തമൻ ചോൻ ഒരു പുസ്തകം എഴുതിയ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ളത്, അത്തരം ആളുകളൊക്കെ, വിധങ്ങളായിരിക്കുന്ന ആളുകളെയൊക്കെ സമുദായ നാമം വിളിക്കുമ്പോൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമുദായ നാമം വിളിക്കുമ്പോൾ കേസ് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന്, ഭരണഘടന ആർട്ടിക്കിൾ 341 പട്ടികജാതിയെ കുറിച്ച് പറയുന്നത്. 342 പട്ടികവർഗം ആരാണെന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരാളുടെ ഒരു കമന്റ് ശ്രദ്ധിച്ചതാണ്, മറ്റൊരു സമുദായത്തിലെ ആളാണ്. ഈ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ പറ്റില്ല എന്നുള്ള ലക്ഷണമാണ് ആൾക്കാര്. ഒരാൾക്ക് എങ്ങനെയെങ്കിലും പട്ടികജാതി ആകാൻ പറ്റുമോ, പട്ടികവർഗം ആകാൻ പറ്റുമോ, അതിന് നിയമം ഉണ്ടോ ചോദിക്കേണ്ടത്. സത്യത്തിൽ പട്ടികജാതിയും പട്ടികവർഗവും ആകാൻ നിയമമൊക്കെ ഉണ്ട്. പക്ഷെ ആ നിയമം നിശ്ചയിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്.
ഇന്ത്യൻ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന ആളുകൾക്കാണ് പട്ടികജാതിയോ പട്ടികവർഗോ ആവാൻ പറ്റുള്ളൂ. അവരെ പുറത്താക്കണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് തന്നെയാണ് പറ്റുള്ളൂ ഇന്ന സമുദായം. അതുകൊണ്ടാണ് ചില സമുദായങ്ങൾ, ഘാട്ട് സമുദായമൊക്കെ സമരം ചെയ്ത് വലിയ പ്രക്ഷോഭം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ വരുന്ന ആളുകള് ഈ ജാതി പേര് വിളിക്കുമ്പോൾ ഇതിലൊരു വിഷയം, മറ്റൊരു വിഷയമുണ്ട്. ഇപ്പൊ പട്ടികജാതി പട്ടികവർഗം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും സമൂഹത്തിൽ ഇപ്പൊ പട്ടികജാതി പട്ടികവർഗം അല്ലാണ്ട് നമ്മൾ ദലിത് ആദിവാസി എന്ന് വിളിക്കുന്നത് കിട്ടുന്നുണ്ടായിരിക്കും. ദലിത് ആദിവാസി എന്ന് പറയുന്നതും പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നതും രണ്ടാണ്. എല്ലാവരും കഴിയുന്ന ഒന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. എല്ലാ ദലിതുകളും പട്ടികജാതി വിഭാഗത്തിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. എല്ലാ പട്ടികജാതി വിഭാഗത്തിൽ വന്ന് എല്ലാവരും ദലിതുകളിലും ഉണ്ടാവില്ല. ദലിത് എന്ന് പിന്നീട് വിളിക്കപ്പെട്ടൊരു പേരാണെങ്കിൽ പോലും ആ ദലിത് എന്ന് പറയുന്നത് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും മറ്റെല്ലാ കർമ്മമണ്ഡലങ്ങളിലും സാമൂഹിക മണ്ഡലത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട് ചിഹ്ന ഭിന്നമായി പോയ ഒരു ജനതയാണ് ദലിത് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടായ ആ സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ അത്തരം വേർതിരിവുകൾ അനുഭവിച്ച സമൂഹത്തിൽ ഉണ്ടായിരുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഭരണഘടനാപരമായിട്ട് ഷെഡ്യൂൾ ലിസ്റ്റ് ഉണ്ടാക്കിയതാണ് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത്. ട്രൈബ്, അതിന് ഈ പറഞ്ഞ ട്രൈബ് ആയിട്ടുള്ള ആദിവാസി ആയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങളാണ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് SC വരുന്നെങ്കിൽ ട്രൈബ് എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗങ്ങളാണ്. ആ ഗോത്ര വിഭാഗങ്ങൾ ചേർത്താണ് ഇവർക്കൊരു പരിരക്ഷ കൊടുക്കുക എന്ന രീതിയിലാണ് ഈ സംവിധാനം, ഭരണഘടന പറയുന്നത്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 17 ഭരണഘടന. 15 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പൊതു ഇടങ്ങളിലുള്ള ഈ ജാതിയുടെയോ മറ്റ് സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും വേർതിരിവ് ഒരു വ്യക്തിയോട് കാണിക്കുന്നു എങ്കിൽ ആണ് 15 പറയുന്നത്. ആർട്ടിക്കിൾ 17 ഭരണഘടന പറയുന്നത് വെച്ചാൽ ശക്തമായിട്ട് നമ്മളുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജാതീയ അയിത്ത ആചരണം അതിനെ നിരോധിച്ചുകൊണ്ടുള്ള, അതിന് ഒരു തരം ഏത് വിധേനയുമുള്ള അയിത്താചരണം നിരോധിക്കുകയാണ്. ഇന്ന വിധേന എന്ന് ഭരണഘടന പറയുന്നില്ല. ഏത് വിധേനയും. ഇപ്പൊ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാലും ജാതി കാണിക്കാൻ പറ്റും, വിവേചനം കാണിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന പോലെ എന്നില്ല, ഏത് വിധേനയും. അത് പട്ടികജാതിക്കാരോട് മാത്രമല്ല, പരസ്പരമുള്ള മതപരമാവട്ടെ എന്തോ ആവട്ടെ ആ രീതിയിലുള്ളത് നമ്മൾ നിരോധിക്കുകയാണ്. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഈ നിയമം 1955 കൂടിയിട്ടൊക്കെയാണ് ഏകദേശം ഈ സമൂഹങ്ങൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും വീണ്ടും ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകള് ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ അവരെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് പിന്നീട് ഒരു നിയമനിർമ്മാണത്തെ കുറിച്ചൊക്കെ 1965 ഒരു നിയമങ്ങളൊക്കെ പറ്റതും വരുന്നുണ്ടെങ്കിൽ പോലും 1989 ശക്തമായിട്ട് ഒരു SC/ST അട്രോസിറ്റി ആക്ട് വരുന്ന അപ്പോഴാണ്. അത് പാർലമെന്റ് ചർച്ച ചെയ്യുകയും പിന്നീട് നിയമം വരികയൊക്കെ ചെയ്തു. 90കളൊക്കെ ആയപ്പോഴാണ് നിയമമൊക്കെ പ്രാബല്യത്തിലൊക്കെ വരുന്നത്. കൃത്യമായ ഡേറ്റ് ഒന്നും നമ്മൾ ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒക്കെ വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്തായാലും ശരി, ആ നിയമം വരുന്നത് ഈ നിയമത്തിലാണ് അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വരുന്നത്. ഒത്തിരി നിയമങ്ങളുള്ള ഈ അട്രോസിറ്റി ആക്ടിൽ ഏകദേശം എസ് എന്ന് പറയുന്ന പോലെയാണ് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട ഏതെങ്കിലും ഒരു അംഗത്തെ പൊതു കാഴ്ചയിൽ ഏതെങ്കിലും സ്ഥലത്ത് ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഒരു ശിക്ഷ, ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ആ നിയമത്തിൽ വരുന്നതാണത്. എന്നാൽ അതിൽ ഒത്തിരി മറ്റ് നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റു എന്താ പറയാ ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വളരെ അത് ഫസ്റ്റ് പോയിന്റും വെച്ചില്ല, അതായത് ഒട്ടും ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ നിയമം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പൊതുസ്ഥലത്ത് വെച്ച് ജാതീയമായി അധിക്ഷേപിക്കുന്നത് എന്നാണ്. ജാതി വിളിച്ചാൽ സത്യത്തിൽ ഇപ്പോ പണ്ടുണ്ടായി, നമ്മളൊക്കെ വേദപഠനമൊക്കെ നടത്തുന്ന കാലത്ത് ഒരു വാഹര്യമായിട്ടാണ് സംസാരിക്കുമ്പോൾ ആ വാഹര്യ ഒരു കഥ പറയുകയാണ്. അപ്പൊ അദ്ദേഹം അമ്പലത്തിൽ സംസാരിക്കുമ്പോഴാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല് ഏതോ ഒരാൾ വാരേ എടാ പോണേ ചോദിച്ചേ. അപ്പൊ എടുത്ത വഴിക്ക് വാരത് എടാ ചെറുമ ഞാൻ ഇതുവരെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കണ് എന്ന് ചോദിച്ചു. അപ്പൊ ഈ വാര്യ ഒരു കമ്മ്യൂണിസ്റ്റും ആണ്. അപ്പൊ താൻ എന്നെ ഇപ്പൊ എന്താ വാര്യയെ വിളിച്ചാൽ എനിക്ക് തന്നെ ചെറുമാന്ന് വിളിക്കാൻ പറ്റില്ല. അല്ല അതെങ്ങനെ വിളിച്ചാൽ ശരിയാവുക? അപ്പൊ അത് ശരിയാവണം. അല്ലെങ്കിൽ എനിക്ക് പേരുണ്ട്, എന്റെ പേര് ഗോവിന്ദൻകുട്ടി എന്നാണ് എന്റെ പേര്. ഗോവിന്ദൻകുട്ടി ഏത്താനോ ഗോവിന്ദൻകുട്ടിന്നോ എടാനോ പോടാ എന്ത് വേണം താൻ വിളിച്ചോ. പക്ഷെ എന്നെ വാര്യന്ന് വിളിച്ചാൽ തന്നെ ചെറുമെന്ന് വിളിച്ച് താൻ ദേഷ്യപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ കുറ്റം പറയാൻ പാടില്ല. ഇവിടെയാണ് ബൈജുജി പറഞ്ഞ കാര്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പലപ്പോഴും ഉള്ള ഒരു വിഷയമാണ്. അവര് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു എന്താ പറയാ പ്രൊട്ടക്ഷനാണ്. ഈ പ്രിവെൻഷൻ നിരോധിക്കപ്പെടുന്ന ഒരു ആക്ടാണ്. ഇവർക്കുള്ള അതിക്രമം തടയൽ നിയമമാണ്. ആ നിയമം തടയിലെ ഏറ്റവും എന്താ പറയാ ഈ ദുർബലമായ ഒരു കാര്യമാണ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുക എന്നത്. ഒരു ജാതി പേര് ആക്ഷേപമാകുന്നത് ആ ജാതി മോശമാകുമ്പോഴാണ്. അപ്പൊ ആ മോശമാണെന്ന ധാരണയിൽ ആരെങ്കിലും അങ്ങനെ വികലമാക്കിക്കൊണ്ട് ഇപ്പൊ പുലയെന്നോർത്ത് പെല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അത് ശരിയല്ല.
പറയൻ എന്നുള്ളത് പറയൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല, പറയനാണ് അവന്റെ സാമുദായിക നാമം. അതുപോലെ തന്നെ നീ പറയനല്ലേ, നീ പണ്ട് മറ്റേ ചത്ത പശുവിനെ തിന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ആക്ഷേപിക്കുന്നു എങ്കിൽ ഒരു പരാമർശം ഉണ്ടെങ്കിൽ അത് ആ സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ജീവിക്കേണ്ടി വന്ന ആ ഒരു ഇടുങ്ങിയ ചുറ്റുപാടിനെ വീണ്ടും എടുത്തിട്ട് ആക്ഷേപിക്കുക. ആ ഒരു ജാതീയമായ അധിക്ഷേപമാണ് യഥാർത്ഥത്തിൽ ജാതീയ അധിക്ഷേപം. അല്ലാണ്ട് ഒരിക്കലും സമുദായം വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ അച്ഛന്റെ പേര് ഇപ്പൊ കോരൻ എന്നാണെങ്കിൽ കോരൻ വിളിച്ച ആക്ഷേപമല്ല, നമ്മുടെ അച്ഛൻ കോരനാണ്. ആ കോരന് കുറവുണ്ട് എന്ന് ഇരുന്നിടത്താണ്, കോരൻ എന്ന വാക്ക് മോശമാണെന്ന് ഇരുന്നിടത്താണ് ഈ പ്രശ്നം. കോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഘോരം, അത് ബെറ്റർ. കോരൻ എന്ന് പറഞ്ഞാൽ മോശം എന്ന് കരുതുന്നിടത്താണ്, അത് ഇവൻ കരുതിയാലും അവൻ കരുതിയാലും കരുതുന്നിടത്താണ് പ്രശ്നം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ സമുദായ നാമം വിളിക്കുമ്പോ അതിൽ കോൺസെൻട്രേറ്റ്, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് പട്ടിക വിഭാഗങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പൊ 2024 വരെയൊക്കെ 15 അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 2018 ഈ ജാതിപ്പേരിന്റെ ഒരു വിഷയം കൊണ്ടൊക്കെ ഇത് ഉണ്ടാവുന്നത് 2018 മാർച്ചിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി വരികയുണ്ടായി. അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, പട്ടികജാതി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസുകൾ എടുക്കുമ്പോ അത് പെട്ടെന്ന് പോയി പ്രതിയെ അറസ്റ്റ് ചെയ്യരുതേ എന്നാണ് ആ ഒരു വിധി വന്നത്. കാരണം ഈ പട്ടികജാതി പട്ടിക അട്രോസിറ്റി ആക്ടിന്റെ പ്രത്യേകത അതൊരു ജാമ്യമില്ലാ വകുപ്പിൽപ്പെട്ട കേസുകളാണ്. ഒരാൾക്കും ഇവര് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം ഉണ്ടാവില്ല. അതിന്റെ പ്രത്യേകിച്ച് അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ജാമ്യം ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒളിക്കാനേ പറ്റില്ല, ഇത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് സുപ്രീം കോടതി 2018 ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിലൂടെ പ്രശ്നം ഉണ്ടായി, ഓർക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പാർലമെന്റിൽ വീണ്ടും ഇതിനെതിരെ ചൊല്ലിയിട്ട് സഭ കൂടുകയും പിന്നീട് സഭ സ്തംഭിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നീടാണ് ഒരു അമെന്റ്മെന്റ് വരുന്നത്. 2018 1A എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷനുകളൊക്കെ വരികയുണ്ടായി. അപ്പോഴാണ് വീണ്ടും ഈ അമെന്റ്മെന്റ് വരുമ്പോൾ ഉണ്ടായത് എന്താ വെച്ചാല്, പട്ടികജാതി വിഭാഗത്തിലെ ഒരു വ്യക്തിയെ പട്ടികജാതിക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട്, പട്ടികജാതി എന്ന് പറയുമ്പോൾ അതും കൂടി ഉണ്ടെന്ന് കരുതുക, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ സെക്ഷനിൽ പറയപ്പെടുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ പറയുന്ന ഒരു മേലുദ്യോഗസ്ഥന്റെയും ഒരു തരത്തിലുള്ള ഇതും എന്താ പറയാ നിയമങ്ങളോ അല്ലെങ്കിൽ അനുവാദമോ വേണ്ടതില്ല. FIR ഇടാതെ തന്നെ, അല്ലെ പ്രഥമമായിട്ട് FIR ഇട്ടുകൊണ്ട്, പ്രഥമ FIR ഇട്ടുകൊണ്ട്, പ്രഥമമായിട്ട് മെയിൻ FIR അല്ല, പ്രധാനമായിട്ടും അതിന്റെ കേസ് ഫയൽ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പരാതി സ്വീകരിക്കുന്നു. നേരെ ആ വ്യക്തി അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കേസ് അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു നിയമം വരികയാണ്. അപ്പൊ അത്ര കണ്ട് വീണ്ടും ഗൗരവമായിട്ട് വരികയാണ് ഈ വിഷയങ്ങൾ. അപ്പൊ പട്ടികജാതിക്കാരന് അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരാൾ പട്ടികജാതി, ഇപ്പൊ നമ്മൾ പട്ടികജാതിക്കാരനാണല്ലോ എന്ന് അറിയില്ല, വൈരുചി പറയാണ് എനിക്ക് അറിയില്ല, ചണ്ടാളബാബു പട്ടികജാതി എനിക്ക് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ മറ്റേതെങ്കിലും സാമൂഹ്യ വ്യവസ്ഥയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പട്ടികജാതിയാണെന്നൊരു ധാരണ നമുക്ക് മുൻധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയപ്പെട്ട സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തി പട്ടികജാതിക്കാരനാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം എന്ന് കോടതി അല്ലെങ്കിൽ നിയമം ഉറപ്പിക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് ഈ പറഞ്ഞ ഈ എന്താ ബാലപീഡനം പോലെ അല്ലെങ്കിൽ SC/ST പീഡനം എന്നൊക്കെ പറയുന്നത് ദുർവിനിയോഗം നടത്തുകയാണ്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പല പട്ടികജാതിക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, വെറുതെ അങ്ങോട്ട് എടുത്തെഴുതും എന്നെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു. അവരായി എഴുതുമ്പോ അവര് എഴുതുന്നത് അവര് അവനൊന്നും പെടുത്താലോ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഉണ്ടാകുന്നത് 2018 ഈ കോടതിക്കാര്യം പറയാൻ കാരണം അതാണ്. ഇതെടുത്ത് വെച്ച് അവര് പയറ്റുമ്പോൾ നാളെ അട്രോസിറ്റി ആക്ടിലെ നിയമങ്ങളുടെ പരിരക്ഷ അവർക്ക് ഇല്ലാണ്ടാകും. അപ്പൊ ഇവിടെ അവർ വേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് ഈ നിയമത്തിൽ, നമുക്ക് ഇനി തുടർന്ന് സംസാരിച്ചു പോകാൻ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കുള്ള മറ്റ് നിയമത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ആ രീതിയിൽ പോവുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നിയമങ്ങള് പലപ്പോഴും ഇവരുടെ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇവർ ദുർവിനിയോഗം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടി, അതൊക്കെ 2018 ശേഷം വന്ന നിയമങ്ങളിലൊക്കെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുന്ന പലതും എഴുതി ചേർക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ അവരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുറമേയുള്ള ഹിന്ദുക്കളോ അഹിന്ദുക്കളോ ആരുമാകട്ടെ അവരെല്ലാം തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്. എല്ലാവർക്കും തുല്യാവകാശമാണ്. ഇവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു. അതായത് ഏകദേശം പറയുന്ന ഓരോ മണിക്കൂറിൽ 5 SC/ST വിഭാഗത്തിൽ 5 പെൺകുട്ടികൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ചണ്ടളവ പറയുന്നല്ല. ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ
കണക്കിൽപ്പെട്ടുള്ള കാര്യമാണ്. അങ്ങനെ എത്ര ആളുകൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, ജാതീയമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പലതും FIR അല്ലെങ്കിൽ മറ്റുള്ളവ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കേരളത്തിൽ പോലും SC/ST ചെന്ന് കഴിഞ്ഞാല് അവർക്ക് വേണ്ട പരിഗണന ഇല്ല എന്നുള്ള സത്യവും നമ്മൾ മറക്കരുത്. ഒരു സത്യസന്ധമായ കേസ് കൊണ്ടുപോയാൽ പോലും ഈ പോലീസുകാരും ഇതിനെ കുഴക്കാൻ വേണ്ടിയിട്ട് അവരിടുന്നതും ജാതിപ്പേര് വിളിച്ചു എന്ന് അവര് ചേർക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ തന്നെ SC/ST ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി കോടതിയിലോട്ട് നടക്കുന്ന കേസാണ്. നമ്മൾ ജാതിപ്പേര് വിളിച്ചു എന്നല്ല പരാതിപ്പെട്ടത്. ഇന്ന ജാതിയിൽപ്പെട്ട നമുക്കെതിരെ കൃത്രിമമായി കേസ് ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കി നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന്. അത് വലിയ തെറ്റാണ്. അത് അട്രോസിറ്റി ആക്കിപ്പെട്ടതാ. ഇത് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ SP ആയാലും DSP ആയാലും DIG ആയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ജാതി വിളിച്ചിട്ടില്ലല്ലോ. അതായത് ജാതി വിളിക്കുന്നത് മാത്രമാണ് അട്രോസിറ്റി ആക്ട് എന്ന് എഴുതുന്ന ഉദ്യോഗസ്ഥന്മാർ പോലുമുള്ള നാടാണിത്. അപ്പോൾ പിന്നെ സാധാരണ പട്ടികജാതിക്കാരുടെ കാര്യം പറയണം. പക്ഷെ ഇതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് അവർക്ക് തന്നെയാണ് വീന. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ ആ ജാതി പേര് വിളിച്ചിട്ട് കേസ് കൊടുക്കാന്നുണ്ട് അധ്യാപികയല്ല, സാധാരണ ഒരു കർഷകനായാലും ശരി, അല്ല മറ്റെന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നവരായാലും ശരി, അത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. ഈ സമുദായങ്ങൾക്ക് അതിന്റെ മഹത്വം കണ്ട് അത് തുടർന്നുള്ള അങ്ങയുടെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കാം.